തായ്വാനെ പ്രകോപിപ്പിച്ച് വീണ്ടും ചൈന. രാജ്യത്തെ ചുറ്റി സൈനികാഭ്യാസം നടത്തിയാണ് ചൈനയുടെ ധിക്കാരം. തായ്വാന്റെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് 2 ദിവസത്തെ അഭ്യാസമെന്നാണ് ചൈനീസ് സേന പറയുന്നത്. ചൈന വിരുദ്ധനായ വില്യം ലായി തായ്വാന്റെ പ്രസിഡന്റായി അധികാരമേറ്റ് 3-ാം ദിനമാണ് ചൈന സൈനികാഭ്യാസം ആരംഭിച്ചത്. ലായി ഒരു കുഴപ്പക്കാരനാണെന്നാണ് ചൈന നേരത്തെ മുദ്രകുത്തിയിട്ടുള്ളത്. തായ്വാൻ ദ്വീപിനെ മുഴുവനായി വളഞ്ഞാണ് അഭ്യാസം. ഇത്തരമൊരു നീക്കം ചൈന നടത്തുന്നത് ആദ്യമായാണ്. തായ്വാന്റെ സൈനിക സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ മേഖലയെയും രാജ്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകളെയും ചൈനീസ് സേന പൂർണ്ണമായും വളഞ്ഞിട്ടുണ്ട്. തായ്വാന്റെ സമ്പൂർണ്ണ അധിനിവേശം നടത്താനുള്ള പരിശീലനമാണ് ചൈന നടത്തുന്നത് എന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. ചൈനീസ് യുദ്ധവിമാനങ്ങളും കപ്പലുകളുമെല്ലാം അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംയുക്ത വ്യോമ നാവിക സേനകളുടെ യുദ്ധക്ഷമത അടക്കമുള്ളവ വിലയിരുത്തുകയാണ് അഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ചൈന പറയുന്നത്. ഒരു കാര്യവുമില്ലാതെ ചൈന പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും രാജ്യത്തിൻ്റെ പരമാധികാരം ഉറപ്പാക്കാനായി കര, നാവിക, വ്യോമ സേനകളെ വിന്യസിച്ചുവെന്നും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായി നിലകൊള്ളുന്ന തായ്വാനെ വിഘടിത പ്രവിശ്യയായി മാത്രമാണ് ചൈന പരിഗണിക്കുന്നത്. 2002 ഓഗസ്റ്റിൽ മുൻ US സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചതു മുതലാണ് ചൈന സൈനികാഭ്യാസങ്ങൾ ശക്തിപ്പെടുത്തിയത്. ചൈന തായ്വാനെ ഭീഷണിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ വില്യം ലായി ആവശ്യപ്പെട്ടിരുന്നു. തായ്വാൻ ജനാധിപത്യത്തിൻ്റെ മഹത്തായ യുഗം പിറന്നിരിക്കുന്നു. ഇനി രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുക ഇവിടുത്തെ 2.3 കോടി ജനങ്ങളായിരിക്കും. നമ്മൾ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭാവി മാത്രമല്ല, ലോകത്തിൻ്റെ ഭാവി കൂടിയാണ്. പുതിയ പ്രസിഡന്റായി വില്യം ലായി അധികാരമേറ്റ ശേഷം നടത്തിയ 30 മിനിറ്റ് പ്രസംഗം ചൈനയ്ക്കുള്ള കൃത്യമായ മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തുന്നത്. വർഷങ്ങളായി ചൈനയിൽ നിന്ന് തായ്വാൻ നേരിടുന്ന ഭീഷണികളെയും വെല്ലുവിളികളെയും നേരിടാൻ തയ്യാറാണെന്ന് പറയാതെ പറയുകയായിരുന്നു തൻ്റെ പ്രസംഗത്തിലൂടെ വില്യം ലായി. ചൈനയെ പ്രകോപിപ്പിക്കാൻ ആ വാക്കുകൾ ധാരാളമായിരുന്നു. ചൈനീസ് നേതാക്കൾ പ്രകോപിതരായതിൻ്റെ തെളിവും പിന്നാലെയെത്തി. തായ്വാനു ചുറ്റും സൈനികാഭ്യാസം നടത്തിയായിരുന്നു ചൈനയുടെ മറുപടി.